ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉലുവാക്കഞ്ഞിയാണ്. കർക്കിടക മാസത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഉലുവാക്കഞ്ഞി. ഈ മാസങ്ങളിൽ ഒരുപാട് മഴയും അസുഖങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമ്മൾ കുടിച്ചിരിക്കേണ്ട ഒന്നാണ് ഉലുവാക്കഞ്ഞി. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 1/4 കപ്പ് ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് തീരെ കയ്പ്പ് കാണത്തില്ല. അതുകൊണ്ട് കുറച്ച് കയ്പ്പായാലും കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ 1/2 കപ്പ് വരെ എടുക്കാം. ഇനി വേണ്ടത് ഞവര അരിയാണ്. ഈ അരി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള അരിയാണ്. ഈ അരി ഡയബറ്റിക് പേഷ്യൻസിനും ബ്ലഡ് കുറവുള്ളവർക്കും ആർത്രൈറ്റിസ് ഉള്ളവർക്കും എല്ലാം നല്ലതാണ്. പിന്നെ നമ്മളുടെ എല്ലുകളിനെയൊക്കെ ഇത് കൂടുതൽ ബലമുള്ളതാക്കും. പിന്നെ നമ്മളുടെ ശരീരത്തിനകത്തെ മുറിവുകളെ ഭേദമാക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ഈ അരി വളരെയധികം സഹായിക്കും. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 3-4 പ്രാവശ്യം കഴുകിയെടുക്കുക. ഇനി ഈ അരി ഇല്ല എങ്കിൽ പായസം റൈസ് എടുത്താലും മതി. ഇനി ഇതൊന്നും ഇല്ല എങ്കിൽ പച്ചരി എടുത്താലും മതി. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഉലുവയും ഞവര റൈസും കൂടിയാണ് കഴുകിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കാരണം ഈ വെള്ളം നമ്മൾ വേവിക്കാനും യൂസ് ചെയ്യും. ഇനി ഇത് 8 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് തലേദിവസം രാത്രി വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഉലുവയ്ക്കൊക്കെ നല്ലപോലെ വേവുള്ളതാണ്. അതുകൊണ്ട് ഇത് കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മൾ കുതിരാൻ ഇട്ട് വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഉലുവയും അരിയെല്ലാം നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് 250 ml ഒരു കപ്പാണ്. ഇതിന് പകരം ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം. ഗ്ലാസ്സിലാണെങ്കിൽ 1/4 ഗ്ലാസ് ഉലുവ എടുത്താലും മതി. 1 ഗ്ലാസ് അരിയും കൂടെ എടുക്കാം. ഇനി ഇത് വേവിക്കാനായിട്ട് ഒരു കുക്കറാണ് നമ്മൾക്ക് വേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4.5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ്. അതിനകത്തേക്ക് ഈ വെള്ളത്തോടെ തന്നെ ഇതിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അളന്ന അതേ കപ്പിൽ തന്നെ 2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2.5 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം. അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ വിസിൽ വരുമ്പോൾ ഇത് തിളച്ച് പുറത്ത് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായി കുറച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ 3-4 വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട തേങ്ങാപ്പാൽ പെട്ടെന്ന് തന്നെ ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു തേങ്ങ ചിരവിയതാണ് എടുത്തിരിക്കുന്നത്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്ത് അതിനകത്തേക്ക് തേങ്ങ ചിരവിതിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് 1/2 കപ്പ് 1-ാം പാലും 3/4 കപ്പ് 2-ാം പാലുമാണ് വേണ്ടത്. അതിനായിട്ട് ആദ്യമേ തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 1-ാം പാൽ നമ്മൾക്ക് പിഴിഞ്ഞെടുക്കാം. എപ്പോഴും നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്. അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ 1-ാം പാലാണ് പിഴിഞ്ഞെടുക്കുന്നത്. ഞാനിവിടെ ആദ്യം സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തു. പിന്നെ കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുത്തു. ഇതേപോലെ തന്നെ 2-ാം പാലും കൂടെ നമ്മൾക്ക് പിഴിഞ്ഞെടുക്കാം. അതിനായിട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നല്ല പോലെ പിഴിഞ്ഞെടുക്കുക. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ കുക്കറിൽ വിസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം നല്ല പോലെ കുറച്ച് വയ്ക്കുക. എന്നിട്ട് 3-4 വിസിലും കൂടെ വരുത്തുക. അതിനുശേഷം നമ്മൾക്ക് കുക്കർ ഓഫ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട കരിപ്പെട്ടി പെട്ടെന്ന് തന്നെ ശരിയാക്കിയെടുക്കാം. ഞാനിവിടെ മധുരക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കരിപ്പെട്ടി എടുത്തിട്ടുള്ളത്. നമ്മൾ ഇങ്ങനത്തെ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ കരിപ്പെട്ടി എടുക്കുന്നതാണ് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത്. ഇതിനകത്തേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 300 ഗ്രാം കരിപ്പെട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ കരിപ്പെട്ടി നമ്മൾ ചീകി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. ഇതിനകത്ത് അയൺ കണ്ടന്റ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ്. സാധാരണ ഉലുവക്കഞ്ഞിയുടെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മരുന്നുണ്ട, ഉലുവ ലേഹ്യം, ഉലുവ പാല് ഇതെല്ലാം നേരത്തെ ഇട്ട വീഡിയോസാണ്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ഒരുപാട് നല്ല അഭിപ്രായമാണ് വരാറുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. ഇതെല്ലാം നമ്മൾ കർക്കിടകത്തിൽ കഴിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ കരിപ്പെട്ടി ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ നല്ലപോലെ ഉരുകി വരുന്നുണ്ട്. ഇത് നന്നായിട്ട് അലിഞ്ഞു വരണം. തീരെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വരണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളിത് ചീവിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ പെട്ടെന്ന് ഉരുകി കിട്ടും. ഇപ്പോൾ ഇതാ കരിപ്പെട്ടി ഇവിടെ നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട്. തീരെ കട്ടയൊന്നും ഇതിനകത്തില്ല. ഇനി ഇത് നമ്മൾ അരിച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിനകത്ത് മണ്ണും പൊടിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അരിക്കാതെ ഇതൊരിക്കലും യൂസ് ചെയ്യരുത്. ഇത് നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കുക്കർ അവിടെ വിസിൽ വന്നിട്ട് സ്റ്റീം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമ്മൾക്ക് കുക്കറും തുറന്നു നോക്കാം. അരിയും ഉലുവയും എല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും കുറഞ്ഞു പോയിട്ടില്ല. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കരിപ്പെട്ടി ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പം വെള്ളം കുറച്ചും കൂടി ഒന്ന് കൂടും. പിന്നെ നമ്മൾക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചു കൊടുക്കാനുണ്ട്.
അപ്പോൾ വെള്ളം കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് നമ്മൾക്ക് വറ്റിച്ചെടുക്കണം. ഇനി നമ്മൾ കരിപ്പെട്ടി ഉരുക്കിയത് അരിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിക്കാതെ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ അരിയും ഉലുവയും കൂടെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ വെള്ളത്തിന് പകരം കരിപ്പെട്ടി ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അരി ശരിക്കും വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കരിപ്പെട്ടി പിന്നീട് ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇത് കുറച്ച് നേരം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതിവിടെ കുറച്ച് സമയമായിട്ടുണ്ട്. വെള്ളമൊക്കെ കുറേ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. ആദ്യമേ ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ടാം പാലാണ്. 1/4 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചാൽ കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് ജീരകം ചതച്ചതാണ്. ചെറിയ ജീരകം ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് ക്യുമിൻ സീഡ്സ്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ചുക്കുപൊടി, പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇത് മധുരക്കഞ്ഞി ആയതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. രണ്ടാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തിളച്ചാലും കുഴപ്പമില്ല. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇത് തിളപ്പിക്കരുത്. ഇപ്പോൾ ഇതായത് ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്കിനി ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കുക. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ചെറിയ ഉള്ളി എണ്ണയിൽ വറുത്തതൊന്ന് ഇട്ട് കൊടുക്കാനുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ മധുരക്കഞ്ഞിയുടെ യഥാർത്ഥ രുചി വരുന്നത്. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. ഈ ഒരു പാകമാണ് നമ്മൾക്ക് വേണ്ടത്. ഇത് ഏകദേശം 5 പേർക്ക് കഴിക്കാനുള്ളതുണ്ടായിരിക്കും. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറിയ ഉള്ളി നല്ല പോലെ മൂത്ത് വരണം. നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഇതായത് ഇവിടെ ഏതാണ്ട് ആയി വരുന്നുണ്ട്. ചെറുതായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ബ്രൗൺ കളർ ആവാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതായത് ഇവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉലുവ കഞ്ഞിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. നമ്മുടെ മധുരക്കഞ്ഞി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ സമയത്ത് കിച്ചൺ മുഴുവൻ നല്ലൊരു മണമായിരിക്കും വരുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ഇതിനകത്ത് നമ്മൾ ഉലുവ ചേർത്തു എന്നുള്ളത് പോലും ആരും അറിയത്തില്ല. കാരണം നമ്മൾ ഇതിനകത്ത് കരിപ്പെട്ടി ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരിക്കും. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ മധുരക്കഞ്ഞി നമ്മൾ കർക്കിടകത്തിൽ ഉറപ്പായിട്ടും കഴിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾ മധുരക്കഞ്ഞി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്